ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. 10 വയസ്സുള്ള ചെൽസിയ തനിക്ക് ലഭിച്ച ആർട്ട് സെറ്റ് കണ്ടപ്പോൾ തൻ്റെ സങ്കടങ്ങളിൽ സന്തോഷത്തോടെ ഇരിക്കുവാനായി ദൈവം ആർട്ടിനെ ഉപയോഗിക്കുന്നതായി അവൾക്ക് തോന്നി. അങ്ങനെയിരിക്കെ ചില കുട്ടികൾക്ക് ആർട്ട് സെറ്റ് ലഭ്യമല്ല എന്ന് അവൾ മനസ്സിലാക്കി. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആർട്ട് സെറ്റ് ലഭ്യമാക്കണം എന്ന് ഒരു ആഗ്രഹം അവളുടെ മനസ്സിൽ ഉടലെടുത്തു. അവളുടെ ജന്മദിന പാർട്ടി അടുക്കാറായപ്പോൾ അവളുടെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ എനിക്ക് ഗിഫ്റ്റൊന്നും കൊണ്ടുവരരുത്, പകരം കുറച്ച് കലാസാമഗ്രികൾ നിങ്ങൾ സംഭാവനയായി എനിക്ക് നൽകണം. കുറേ കുട്ടികൾക്ക് ആർട്ട് സെറ്റൊന്നും ഇല്ല. അങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അവർക്കുള്ള ആർട്ട് സെറ്റ് തയ്യാറാക്കുവാനായി നിങ്ങൾ എൻ്റെ കൂടെ കൂടുകയും ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചു. പിന്നീട് കുടുംബത്തിൻ്റെ സഹായത്തോടെ ചെൽസി ചാരിറ്റി ആരംഭിച്ചു. അങ്ങനെ കൂടുതൽ ആളുകളുടെ മുമ്പിൽ കൈനീട്ടുവാനും കൂടുതൽ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാനുമൊക്കെ ഇതിലൂടെ സാധിച്ചു. ചെൽസിയയുടെ അനുകമ്പയും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ളതായ മനസ്സും നല്ല വിശ്വസ്തനായ ഗൃഹവിചാരകൻ്റെ ഹൃദയത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 പത്രോസ് 4-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. കർത്താവിൽ സ്നേഹമുള്ളവരെ, നാം ചെയ്യുന്ന ഓരോ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ദാനം ചെയ്യുവാൻ, നമ്മോടൊപ്പം ചേരുവാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും. യു കനോട്ട് ലവ് വിത്തൗട്ട് ഗിവിങ്. ഗിവിങ് ഈസ് ദ തെർമോമീറ്റർ ഓഫ് അവർ ലവ്. സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കും. എന്നാൽ സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്തേ മതിയാകൂ. നമ്മുടെ സ്നേഹത്തിൻ്റെ തെർമോമീറ്ററാണ് ദാനം. ദൈവം അനുഗ്രഹിക്കട്ടെ.